ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കലാമണ്ഡലത്തിലെ വിരമിച്ച അധ്യാപകർ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു. അധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിക്കുന്നത്. 1 മാസം മുമ്പും അധ്യാപകർ സമരം നടത്തിയിരുന്നു. 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം. UGC 7ാം ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ശമ്പളം അനുവദിച്ചു. എന്നാൽ കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചില്ല. 2016 മുതൽ ലഭിക്കേണ്ടത് 2021 മുതലാണ് ലഭിച്ചത്. ഇതെല്ലാം വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധ്യാപകർ അനിശ്ചിതകാല സമരം നടത്തുന്നത്. കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരിൽ ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന ECRG കമ്മ്യൂട്ടേഷൻ ബോർഡിന്റെ പകുതി പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നതാണ് നഗ്നസത്യം. അതാണ് ഞങ്ങളുടെ വേദന. കാരണം ഒരാൾ സർവീസിൽ ഇരിക്കുമ്പോൾ സാധാരണഗതിയിൽ അയാൾ പിരിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങളാണ് അവൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീട് വയ്ക്കാനാണെങ്കിലോ അത് സ്വപ്നം കണ്ട് ജീവിക്കുന്നത്. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അങ്ങനെ നിർവാഹമില്ലാതാണ് ഞങ്ങൾ സമരത്തിൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെ സമരത്തിന്റെ അനിശ്ചിതകാല സമരം അടുത്ത മാസം ഫെബ്രുവരി 24 മുതൽ കലാമണ്ഡലം മെഡിക്കൽ ആരംഭിക്കുകയാണ്. അതിന്റെ ഞങ്ങളുടെ കഥകളി ഭാഷ തന്നെയാണ് ഞങ്ങളത് ഉപയോഗിച്ചത്. കഥകളി ഭാഷ എന്ന് പറഞ്ഞാൽ ഈ കഥകളി തുടങ്ങുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് കേളികൊട്ടിക്കൊണ്ടാണ്. അതിന്റെ സമരത്തിന്റെ കേളികൊട്ടാണ് ഈ 21-ാം തീയതി കലാമണ്ഡലം മെഡിക്കൽ അരങ്ങേറുന്നത്. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.